ഒരു ദിവസം ഒരു ഏപ്രിൽ മാസം 10-ാം തീയതി പെടലിക്കൊരു വേദന വന്നു. കരുത്താസിൽ എന്നെ പിടിച്ച് അഡ്മിറ്റാക്കി. 3 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് നെഞ്ചിനകത്ത് ഭയങ്കര ഭാരം, വിഷമം, ശ്വാസം പോകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടറെ ഒന്ന് കാണാം എന്നും പറഞ്ഞു ഇവിടെ പോകാൻ നേരത്ത് ഞാനിവിടെ കയ്യെ പിടിച്ചു. പുള്ളിക്കാരി തോടിച്ചെന്ന് പരിശുദ്ധ മാതാവിൻ്റെ തൈലം കൊണ്ട് എൻ്റെ നെഞ്ചിൽ തേച്ചു. ഒരു 5 മിനിറ്റിനകം എനിക്ക് ശ്വാസം വീണ്ടും കിട്ടി. ഞാൻ പറഞ്ഞു ഉടനെ അവർ സ്കാനിങ്ങിന് കുറിച്ചു. സ്കാനിങ് ചെയ്തപ്പം ഗ്രോത്ത് ഉണ്ട്, അത് നമുക്ക് വയോസിക്ക് അയക്കണമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നമ്മളങ്ങ് തകർന്നു പോയി. അപ്പം പ്രാർത്ഥനയുടെ കാര്യത്തിൽ എൻ്റെ കുടുംബം ഭയങ്കരമായിട്ട് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഡോക്ടർ വന്നപ്പം പറഞ്ഞു ഡോക്ടറെ വയോസിക്ക് പോകണ്ട, എനിക്ക് കൃപാസനത്തിലെ മാതാവിനെ വിശ്വാസമാണ്, ഞങ്ങളവിടെ പോകുന്നതാണ്, ഞങ്ങളവിടെ പോയേക്കുക, ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്യാൻ പറഞ്ഞു. ഡോക്ടർ ഒന്ന് ചിരിച്ചേച്ച് ഡിസ്ചാർജ് ചെയ്തു തന്നു. ഞങ്ങൾ നേരെ ഇവിടെ വന്നു. അപ്പോൾ എൻ്റെ ഒരു കിഡ്നിക്കും പ്രശ്നമുണ്ട്. ഇവിടെ വന്നു, അച്ഛനെ കണ്ടു. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പം എൻ്റെ ഈ പള്ളയ്ക്കുള്ള വേദന അതിഭയങ്കരമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു 30% ഒരു കിഡ്നിക്ക് പ്രവർത്തനമുള്ളൂ, ഒന്നിനും വലിയ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് അച്ഛൻ സൈത്ത് പുരട്ടിയപ്പം മുതൽ, ആ കരങ്ങൾ എന്നിൽ സ്പർശിച്ചപ്പം മുതൽ എൻ്റെ ഈശോയുടെ അടുത്ത് വെച്ച് പറയാം, മാതാവിൻ്റെ അടുത്ത് വെച്ച് അന്നേരം മുതൽ എനിക്ക് ആ ഒരു വിഷമം ഇന്നു വരെ ഇല്ല. അപ്പം മെഡിക്കൽ കോളേജിലെ ഈ ഡോക്ടറുണ്ട്, അവിടുത്തെ ഏറ്റവും കൂടിയ ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ വീട്ടിൽ നോക്കുന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ നമുക്കൊന്ന് കാണാനൊരു മാർഗം ഉണ്ടായി, ഞാൻ അവിടെ പോയെങ്കിലും എനിക്ക് ഒന്ന് കാണുമല്ലോ എന്ന് പറഞ്ഞു. വേറൊരു കൂട്ടുകാരൻ പറഞ്ഞു, അതേ നമുക്ക് വേറൊരാളോട് വിളിച്ച് പറഞ്ഞിട്ട് നമുക്ക് ഡോക്ടറെ വീട്ടിൽ പോയി കാണാം. ഡോക്ടർ ആരെയും നോക്കുന്നില്ല, എന്നെ നോക്കി ഞാനും വൈഫും കൂടെ അവിടെ ചെന്നപ്പം എന്നോട് പറഞ്ഞു നമുക്ക് ഫിലിം കാണുന്ന ഒരു പടം എടുത്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. നേരത്തെ സ്കാമല്ലാതെ ഞങ്ങൾ എടുത്തുകൊണ്ട് അവിടെ കാണിച്ചപ്പം അമ്മയുടെ അനുഗ്രഹം, ഈശോയുടെ അനുഗ്രഹം കൊണ്ട് എന്തോ ഒന്നുണ്ടായിരുന്നു, അത് അവിടെ നിന്ന് പൊഴിഞ്ഞു പോയി, ഇതിന് ചികിത്സ വേണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ നമ്മളിവിടെ പറയുമ്പം എല്ലാവരും പറയും ഇതൊന്നുമല്ല, ദൈവം നമ്മളെ അനുഗ്രഹിച്ചു തന്നെയാണെന്ന് ഞങ്ങൾക്ക് 100% അറിയാം. ദൈവത്തിൻ്റെ ഇച്ഛ അനുസരിച്ചേ ഇനി ഞങ്ങൾ ജീവിക്കത്തുള്ളൂ. അതിന് ഇവിടുത്തെ അച്ഛനോടും മാതാവിനോടും ഈശോയോടും എല്ലാം നന്ദി പറയുന്നു.